ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് മെല്ലെ ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്? ലൈറ്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്, അഥവാ സ്റ്റഡി ഓഫ് ലൈറ്റ്. സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് വാട്ട് വി കാൾ ഒപ്റ്റിക്സ്. ഇനി ഞാനിവിടെ എഴുതിയ സമയത്ത് റേ ഒപ്റ്റിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഞാനത് റേ ഒപ്റ്റിക്സ് എന്ന് എഴുതിയിട്ടുള്ളത്? അത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കാരണം പണ്ട് കാലത്ത് ലൈറ്റിനെ കുറിച്ച് പഠിച്ച സമയത്ത് സയന്റിസ്റ്റുമാര് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഐസക് ന്യൂട്ടണ് ലൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈറ്റ് എന്തായിരുന്നു, ഒരു പാർട്ടിക്കിൾ ആണ് എന്നാണ് ഐസക് ന്യൂട്ടൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സയന്റിസ്റ്റ് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞത് ലൈറ്റ് എന്താണ്, പാർട്ടിക്കിൾ അല്ല, ബട്ട് ലൈറ്റ് എന്താണ്, ഒരു വേവ് ആണ്. ലൈറ്റ് കാണിക്കുന്നത് ഒരു വേവ് നേച്ചർ ആണെന്ന് ഹൈഗൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈഗൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു മറ്റു പല സയന്റിസ്റ്റുമാരുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുള്ള രണ്ട് പേരുകളായിരുന്നു. ഒന്ന് തോമസ് യങ്. തോമസ് യങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഒരു വേവ് ആണ്. അദ്ദേഹം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, മാക്സ്വെൽ പറഞ്ഞത് എന്തായിരുന്നു? ലൈറ്റ് ഒരു വേവ് ആണ്. മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്നായിരുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ചത് എന്തായിരുന്നു, ന്യൂട്ടന്റെ ഭാഗത്ത് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം വേവ് നേച്ചർ ആണ് ഹൈഗൻസ് പറഞ്ഞിട്ടുള്ളത്, തോമസ് യങ് പറഞ്ഞിട്ടുള്ളത്, മാക്സ്വെൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് എന്താണ്, ഒരു വേവ് നേച്ചർ കാണിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ബിഗ് ഡാഡി ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു എന്ത്, ലൈറ്റ് എന്ത് തന്നെയാണ്, ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ബിഹേവിയർ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഐൻസ്റ്റീനും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. സോ ഇതിന്റെ കൺക്ലൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ലൈറ്റിന് ഡുവൽ നേച്ചർ ഉണ്ട്. എന്താണ് ഡുവൽ നേച്ചർ? രണ്ട് സ്വഭാവക്കാരനാണ് ആര്, ലൈറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് അതൊരു പാർട്ടിക്കിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക, ചില സമയത്ത് അത് വേവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, ചില ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് റിഫ്ലക്ഷന്, റിഫ്രാക്ഷന്. ഓക്കെ, റിഫ്രാക്ഷന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടായിരുന്നു. എന്നാൽ മറ്റു ചില പ്രോപ്പർട്ടീസ് അഥവാ ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, അതുപോലെ പോളറൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈറ്റിന്. ആക്ച്വലി ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ഒരു വേവ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ടായിരുന്നു. അഥവാ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ചില സമയത്ത് ചില ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും, ഒരു പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. മറ്റു ചിലത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അഥവാ ലൈറ്റ് എന്താണ്, ഒരു ഡുവൽ നേച്ചർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ഒരു സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ റേ എന്നിട്ടുള്ള വാക്ക്, അതായത് റേ ഒപ്റ്റിക്സ്, എന്തുകൊണ്ടാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു അരമാർക്കായിരുന്നു ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, റേ ഓഫ് ലൈറ്റ് എന്ന് പറയാം. റേ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരുപാട് റേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണ് ഞാനത് ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ലൈറ്റ് റേസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് പേരാണ് ബീം ഓഫ് ലൈറ്റ്. ബീം ഓഫ് ലൈറ്റ്, അതായത് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റേസ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ലൈറ്റിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് കാണാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അഥവാ റിഫ്ലക്ഷൻ. ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ള സംഗതിയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. അതായത് സ്ഫെറിക്കൽ മിറർ ആണ് നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ സ്ഫെറിക്കൽ മിററിനെ പറ്റി പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിൽ റിഫ്ലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അഥവാ പ്ലെയിൻ മിററിന്റെ കേസാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ മിറർ വരക്കുകയാണ്. ഇതിന്റെ നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഒരു ലൈറ്റ് റേ വരികയാണ്. ഓക്കെ, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ലൈറ്റ് റേ. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും റിഫ്ലക്ട് ചെയ്തിട്ട് പോകും അല്ലേ, റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, എവിടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ രണ്ട് ലോ നമുക്ക് എന്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ എന്ത് ചെയ്യാണ്,
ഈ റിഫ്ലക്ട് ചെയ്ത ഭാഗം, ഈ ഭാഗത്തിന് ഞാൻ ഇതിനെ എം എന്ന് വിളിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, എവിടെയാണോ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തത് ആ പോയിന്റിന് ഞാൻ എം എന്ന് വിളിക്കുകയാണ്. ഞാൻ ഇൻസിഡന്റ് ചെയ്ത പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കുകയാണ്. എന്താണ് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ഭാഗത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ എൻ എന്ന് വിളിച്ചു. സോ എന്റെ റേ എന്ന് പറയുന്നത് എ എം സി. ഓക്കെ, ഞാൻ എ എം ആണ് എന്റെ ഇൻസിഡന്റ് റേ. അതാ എ എം ആണ് എന്റെ ഇൻസിഡന്റ് റേ. ഞാൻ ഐ ആർ എന്ന് ഇട്ടിട്ടുണ്ട്. എം സി ആണ് എന്റെ റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഇൻസിഡന്റ് റേ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ഇൻസിഡന്റ് റേ നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അഥവാ ഐ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. 2 ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ്? ഒന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? ഈക്വൽ ആണ്. രണ്ടാമത് എന്താടാ? രണ്ടാമത് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇത് മൂന്നും എന്തായിരിക്കും? ഇത് മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും, ഒരേ പ്ലെയിനിലാണ്. അതായത് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഇതൊരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കാം അല്ലെ? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും ഒക്കെ കിടക്കുന്നത് എവിടെയാണ്? സിംഗിൾ പ്ലെയിനിലാണ്. ഇതാണ് 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കേസാണ്. സ്ഫെറിക്കൽ മിറേഴ്സ്. സോ എന്താണ് ഒരു സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്? ഞാനിവിടെ ഒരു സ്ഫിയർ വരക്കുകയാണ്. സപ്പോസ് ഇതാണ് എന്റെ സ്ഫിയർ. ഓക്കെ, ഞാൻ ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു. അതായത് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഒരു പാർട്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടിനെ ഞാനൊരു മിറർ ആക്കി മാറ്റാണ്. അഥവാ എന്റെ മിറർ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള മിററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഇനി സപ്പോസ് എന്റെ നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഭാഗമാണ് എന്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്നുണ്ടെങ്കിൽ ഈ മിററിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ. അഥവാ റിഫ്ലക്റ്റിംഗ് പാർട്ട് ഇൻവാർഡ് ആയിട്ടാണ് കർവ് ചെയ്ത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മിററിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. ഓക്കെ, ഇനി നേരെ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അഥവാ റിഫ്ലക്റ്റിംഗ് പാർട്ട് ഔട്ട്വേർഡ് ആയിട്ടാണ് കർവ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതാണ് എൻ്റെ, ഈ ഒരു ഭാഗമാണ് എൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ. സോ റിഫ്ലക്റ്റിംഗ് സൈഡ്, റിഫ്ലക്റ്റിംഗ് പാർട്ട് ഇൻവേർഡ് ആയിട്ടാണ് കർവ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിററും, അതുപോലെ ഔട്ട്വേർഡ് ആയിട്ടാണ് കർവ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിററും. ഓക്കെ, അടുത്തത് സ്ഫെറിക്കൽ മിററായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാനൊരു മിററിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് വിചാരിക്കുക. അതായത് ഇതൊരു കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വേർഡ് കാണാൻ പറ്റും, പോൾ എന്നുള്ളത്. എന്താണ് പോള്? ഒരു സ്ഫെറിക്കൽ മിററിന്റെ പോള് എന്ന് പറയുന്നത് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് ഭാഗത്തുള്ള സെൻട്രൽ പോയിന്റ്, അഥവാ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ആക്ച്വലി പോൾ എന്ന് പറയുന്നത്. ഞാനിവിടെ പി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എന്ത്? റിഫ്ലക്റ്റിംഗ് മിററിന്റെ അഥവാ സ്ഫെറിക്കൽ മിററിന്റെ പോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ മിറർ ആണ്. ആക്ച്വലി ആ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടാവില്ലേ? സപ്പോസ് ഞാൻ ഈ സ്ഫിയറിനെ എങ്ങനെ ഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ദിസ് ഈസ് ദ ഫുൾ സ്ഫിയർ. സപ്പോസ് ദിസ് ഈസ് മൈ സ്ഫിയർ. ഇതാണ് എന്റെ സ്ഫിയർ എന്ന് വിചാരിക്കാം. ഇതിനൊരു സെന്റർ പോയിന്റ് ഉണ്ടാവും അല്ലേ? ഇതിനൊരു സെന്റർ പോയിന്റ് ഉണ്ടാവും. അതിനെ ഞാൻ സി എന്ന് മാർക്ക് ചെയ്തു.
ഇതിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഒരു സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്? ആക്ച്വലി സ്ഫിയറിന്റെ റേഡിയസ് എന്താണോ അതന്നെയാണ് ആക്ച്വലി റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അഥവാ ഈ സെന്ററും പോളുമായിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോടാ? ഇനി അടുത്ത വരുന്ന ടേം ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്? പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രീൻ ലൈനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ലൈൻ കണക്ടിങ് ദ പോൾ ആൻഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദാറ്റ് സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഇനി അടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്, ഒന്ന് ഫോക്കസും ഒന്ന് ഫോക്കൽ ലെങ്ത്തും. ആക്ച്വലി അതെന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഞാനിവിടെ ഒരു മിറർ വരക്കുകയാണ്. ഇതാണ് എന്റെ മിറർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിവിടെ പോള് മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇതാണ് സെന്റർ എന്ന് വിചാരിക്കുക. ഞാൻ അതിനെ കണക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ച്, പ്രിൻസിപ്പൽ ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് റേസ് വരികയാണെന്ന് വിചാരിക്കുക. ഒരുപാട് ദൂരത്ത് നിന്ന് ഇൻഫിനിറ്റി നിന്ന് ലൈറ്റ് റേസ് വരികയാണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റി നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ എന്തായിരിക്കും? പാരലൽ ലൈറ്റ് റേസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് റേ ഇവിടെ വരച്ചു. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോൺ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്, ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്. അപ്പോ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ ആണിത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മിററിൽ തട്ടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ വരുന്നു. ഇതൊക്കെ ഒരുമിച്ചാണ് ആക്ച്വലി വരുന്നത്. ഞാൻ ഡിഫറെന്റ് ആയിട്ട് എഴുതി കാണിക്കുകയാണ്. ഇത് എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിലൂടെ എങ്ങനെ പാസ് ചെയ്തു. ഇനി ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ആണെങ്കിലോ അതും ഇങ്ങനെ പാസ് ചെയ്തു. ഇതിങ്ങനെ വരുന്നു, ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പാസ് ചെയ്തു. അതായത് എല്ലാ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസും ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം പാസ് ചെയ്യുന്നത് ഒരൊറ്റ സിംഗിൾ പോയിന്റിലൂടെയാണ്. ആ സിംഗിൾ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആ സിംഗിൾ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അഥവാ നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ റേസ് റിഫ്ലക്ഷന് ശേഷം ഒരൊറ്റ പോയിന്റിലൂടെയാണ് പോകുക. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇനി ഫോക്കസും അതുപോലെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആക്ച്വലി ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ സ്മോൾ എഫ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് സൈൻ കൺവെൻഷൻ. അഥവാ നമ്മൾ ലൈറ്റിലെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സൈൻ കൺവെൻഷൻ ഉപയോഗിക്കും. അതായത് പ്രോബ്ലം ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഇന്ന സ്ഥലത്ത് വെച്ചാൽ അതിന്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക, ആ ഇമേജിന്റെ സൈസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ആ ഇമേജിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ചില ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് ആയിട്ടും മറ്റു ചില ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യും. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവും എന്നുള്ളതല്ല, ആക്ച്വലി അതിന്റെ നേച്ചർ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഷോർട്ട് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാം. എല്ലാ ഡിസ്റ്റൻസും മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? പോളിന്നാണ്. സോ ഇവിടെയാണ് പോള്. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് ആക്ച്വലി പോളിന്നാണ്. ഇനി ഇതാണ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷനിൽ ഉള്ള മെഷർമെന്റ് ഒക്കെ നമ്മൾ എന്തായിട്ട് എടുക്കും? പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഡിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഇൻസിഡന്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഹൈറ്റ്സ് അപ്വേർഡ്സ് പോസിറ്റീവ് എന്ന് എഴുതി കാണാം. ആക്ച്വലി ഇതെന്താണ്? ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യുക. സോ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് ആക്ച്വലി എന്ത്? ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. ഇത് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇനി ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ കേസ് അല്ല, ഇമേജിന്റെ കേസൊക്കെ ഇത് ഡൗൺവേർഡ് ആയിട്ട് വരും. അഥവാ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ടുള്ള ഹൈറ്റുകളൊക്കെ എന്തായിട്ടാണ് നമ്മൾ എടുക്കുക? നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യൂഷ്വലി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്താണ് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ നെഗറ്റീവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ
പോസിറ്റീവോ ആയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ഭാഗം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ഡെറിവേഷൻ ആണ്, വെരി സിമ്പിൾ ആണ്. അഥവാ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാമിലൂടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ലൈറ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്തു. എന്നിട്ട് അത് എന്തിലൂടെ പാസ് ചെയ്തു? നമ്മൾ പറഞ്ഞു പാരലൽ ആയിട്ടുള്ള ലൈറ്റർ ആണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റർ ആണ്. അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതിലൂടെ പോകും? ഫോക്കസിലൂടെ പോകും അല്ലെ? ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഫോക്കസിലൂടെ പോയി. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്ററെ വന്നു, മിററിൽ ഇൻസിഡന്റ് ചെയ്തു, എന്നിട്ട് അത് ഫോക്കസിലൂടെ പോയി. ഇനി ഇതാണ് എന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റിലോട്ട് ഞാനൊരു ലൈന് വരച്ചു. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് അതെന്താണ്? അതിന്റെ നോർമൽ ആയിരിക്കും. കാരണം എന്താ? ഒരു സ്ഫിയറിന്റെ റേഡിയസിൽ നിന്ന് ആ സ്ഫിയറിന്റെ ഏതൊരു ഭാഗത്തോട്ട് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അതെന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടുത്തെ ആംഗിളിനെ തീറ്റ എന്ന് ഡിഫൈൻ ചെയ്താൽ, ഇതാണ് തീറ്റ എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും അല്ലേ? കാരണം നോർമലിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും തീറ്റ ആയിരിക്കും. കാരണം ഈ രണ്ട് ലൈനും പാരലൽ ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് ഇതിനെ പറയാ. ഈ ഒരു ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്ത് തീറ്റ തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്ക് ഇതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ എന്താടാ? ഈ ആംഗിള് ആക്ച്വലി ഈ ലൈനും പാരലലാണ്. ഇതെന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ആംഗിൾ എന്തെന്നെയാണോ അത് തന്നെയായിരിക്കും ഈ ആംഗിള്. കാരണം ഇവര് തമ്മിൽ എന്താണ്? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ ഒരു തീറ്റ ഉണ്ട്, ഇവിടെ ഒരു തീറ്റ ഉണ്ട്. അപ്പൊ ടോട്ടൽ 2 തീറ്റ ആയിരിക്കും ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2 തീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാനിവിടെ എഴുതുന്നുണ്ട് ട്രയാങ്കിൾ FMD എന്നുള്ളത്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ട്രയാങ്കിൾ FMD. ഞാൻ ടാൻ 2 തീറ്റ എടുക്കുകയാണ്. ടാൻ 2 തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ തീറ്റ അല്ലെ? അപ്പൊ ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 2 തീറ്റന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരാണ്? MD ആണ് അല്ലെ? MD ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ആരാണ്? FD ആണ്. റെഡി അല്ലേ? ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാം? ഇതിന് ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ആണ്. കാരണം ഇങ്ങനത്തെ കേസിലൊക്കെ തീറ്റ വളരെ ചെറുതായിരിക്കും. സോ നമ്മൾ യൂഷ്വലി അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. സൈൻ തീറ്റ ഓൾമോസ്റ്റ് ഈക്വൽ ടു തീറ്റ. തീറ്റ ചെറുതാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റന്റെ വാല്യൂ ഓൾമോസ്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? തീറ്റിനോട് ഈക്വൽ ആയിരിക്കും. ടാൻ തീറ്റന്റെ കേസിന് സെയിം ആണ്. ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? 1 എന്നുള്ളത് എന്താവും? ടാൻ 2 തീറ്റ ഈക്വൽ ടു MD ബൈ FD എന്നുള്ളത് 2 തീറ്റ ഈസ് ഈക്വൽ ടു MD ഡിവൈഡ് ബൈ FD എന്നായിരിക്കും അല്ലേ? ഞാൻ അതിന് 2 എന്ന് മാർക്ക് ചെയ്തു. അടുത്ത ട്രയാങ്കിൾ നമുക്ക് ട്രയാങ്കിൾ CMD കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ CMD ഇതേപോലെ തന്നെ എടുക്കുക. ഇവിടെയുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ജസ്റ്റ് തീറ്റ മാത്രമാണ്. അപ്പൊ ടാൻ തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആരാ? MD തന്നെയാണ്. അഡ്ജസന്റ് ആരാ? CD ആണ്. MD ബൈ CD. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ടാൻ തീറ്റ ഓൾമോസ്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? തീറ്റിനോട് ഈക്വൽ ആയിരിക്കും. അഥവാ തീറ്റ ഈസ് ഈക്വൽ ടു MD ബൈ CD. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി 2ഉം 3ഉം ഒന്ന് കമ്പയർ ചെയ്യാം. 2 എന്താ? 2 തീറ്റ ഈസ് ഈക്വൽ ടു MD ബൈ FD. ഇനി 3 എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു MD ബൈ CD. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തീറ്റനെ എടുത്തിട്ട് ഇവിടെ കൊടുത്തൂടെ? അഥവാ 2 തീറ്റ ഈക്വൽ ടു MD ബൈ FD എന്നുള്ളത് 2 ഇൻറ്റു തീറ്റക്ക് പകരം ഞാൻ എന്തെടുക്കാണ്? MD ബൈ CD എടുക്കാണ്. MD ഡിവൈഡ് ബൈ CD ഇസ് ഈക്വൽ ടു
എം ഡി ഡിവൈഡ് ബൈ എഫ് ഡി. റെഡി അല്ലേ? ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്തിനെ ക്യാൻസൽ ചെയ്ത് കളയാം? എം ഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ഈ എം ഡിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരുണ്ടാവുക? 2 ഡിവൈഡഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എഫ് ഡി. ഇനി സി ഡി എഫ് ഡി ആരാണ്? സി ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് മിററിന്റെ കേസിൽ ഡിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി വെരി സ്മോൾ ആയിരിക്കും. ആക്ച്വലി നമ്മൾ ഡ്രോയിങ് പർപ്പസിനാണ് ഇത്ര വൈഡ് ആയിട്ട് ഇത് വരയ്ക്കുന്നത്. ആക്ച്വലി ഡി എന്ന് പറഞ്ഞ പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റും ഏകദേശം ഒരൊറ്റ പോയിന്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സി ഡി എന്നുള്ളത് സി പി എന്ന് എഴുതാം, എഫ് ഡി എന്നുള്ളത് എഫ് പി എന്ന് എഴുതാം. അങ്ങനെ എഴുതടാ, 2 ഡിവൈഡഡ് ബൈ സി പി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എഫ് പി. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സി പി എന്ന് പറയുന്ന ആരാണ്? സി പി എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറാ അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ ആർ എന്ന് പറയുന്നത്. ഇനി എഫ് പി എന്താണ്? ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേഷനിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സി പി എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് പി എന്ന് പറയുന്നത് ആരാണ്? ഫോക്കൽ ലെങ്ത് ആണ്. 1 ഡിവൈഡഡ് ബൈ എഫ്. അഥവാ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 2 ബൈ ആർ ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. എഫിനെ അങ്ങോട്ട് കൊണ്ടുവരിക. 2 ഇൻറ്റു എഫ് എന്ന് വരും, ഇസ് ഈക്വൽ ടു ആർ എന്ന് വരും. അഥവാ ആർ എന്ന് പറയുന്നത് 2f ആണ്. ഇതാണ് നമ്മളെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ. അഥവാ ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് ആര്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളെ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് എന്ന് പറയുന്നത്. എന്താണ്? ആർ ഇസ് ഈക്വൽ ടു 2f ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് ഉണ്ടാവുക. ഇത്രയും ഭാഗം ക്ലിയർ അല്ലടാ?